I'm going to speak in English. Is there a student who would like to translate what I'm saying? You? So what is your name? Safa. Safa. MLA പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ബെറ്റർ സ്കൂൾ എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി ആരെങ്കിലും വരണം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 4000 കുട്ടികളിൽ നിന്ന് ആരും നീച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ? തീരെ ആലോചിക്കാത്തൊരു സംഭവം. അത് ലൈഫിൽ പെട്ടെന്ന് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിന്ന് സെൽഫി എടുക്കണു, ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. അപ്പോൾ എന്തൊക്കെ ഭയങ്കര ഫീലാണ്, നല്ല സന്തോഷമാണ്. നമുക്ക് സംസാരിക്കാം, നമ്മുടെ അഭിപ്രായം പറയാം, പക്ഷെ ഒരു ലിമിറ്റ് വരെ. അത് തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പരിധി വരെ നമ്മൾ നിൽക്കണം. അദ്ദേഹം സ്പീച്ച് തുടങ്ങിയ സമയത്ത് 1-2 സെൻറ്റൻസ് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ഒരു ടോണിലാണ് ഇനി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്താൽ. പിന്നെ അപ്പോൾ ആകെ ഒരു ഇതുള്ളുണ്ടായിരുന്നത്. MLA പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ബെറ്റർ സ്കൂൾ എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി ആരെങ്കിലും വരണം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 4000 കുട്ടികളിൽ നിന്ന് ആരും നീച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ? ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അതിന് ഓൾറെഡി ആൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതൊന്നും പഠിക്കണ്ട, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി കേൾക്കാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വന്ന സമയത്ത് സ്പീച്ച് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു കുട്ടികളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ നല്ല ഹാപ്പി ആവും. അപ്പോൾ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചു, പക്ഷേ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നില്ല അങ്ങനെ പോയി പറയാൻ മാത്രം. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും എല്ലാതും കൂടി പടച്ചോൻ്റെതും ഒക്കെ കൂടി അപ്പോൾ സമയത്ത് എനിക്ക് നീച്ച് പോകാൻ തോന്നി. ഞാൻ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുമ്പോൾ ഇനി എന്താ കാട്ടുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഷെയ്ക്കാൻ്റെല്ലാം തന്നു, കോൺഫിഡൻ്റ് ആയിട്ട് നിന്നു. അപ്പോൾ അനിൽകുമാർ സാർ പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ടോൺ ഇങ്ങനെയാണ്. ടീച്ചേഴ്സൊക്കെ പറയാറുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഞാൻ ആ ടോണ് എന്താവും കുളവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ടോണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിലെനിക്ക് നല്ല സന്തോഷം തോന്നി. നമുക്ക് വേറൊരു ഫീലാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ നമ്മൾ തീരെ ആലോചിക്കാത്തൊരു സംഭവം അത് ലൈഫിൽ പെട്ടെന്ന് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കുറച്ച് സമയം എടുത്തു. ഭയങ്കര സന്തോഷം. ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും വന്ന് ഷെയ്ക്ക് ഹാൻഡും നമ്മളെ കൂടെ ഫോട്ടോ എടുക്കലൊക്കെയാണ്. കാരണം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഹാപ്പി ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കൂട്ടുകാരാണെങ്കിൽ ഫുൾ ആഘോഷമാണ്. കുറേ മീഡിയാസൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിന്ന് സെൽഫി എടുക്കണു, ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. അപ്പോൾ എന്തൊക്കെ ഭയങ്കര ഫീലാണ്, നല്ല സന്തോഷമാണ്. പിന്നെ നമുക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് സാർമാരൊക്കെ വിളിക്കുമ്പോൾ അവർ നമ്മൾ ഓർക്കണു, നമ്മളെ അറിയണമെന്നില്ല ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ ആഗ്രഹിക്കണം ഒരുപാട് പേര് വിളിച്ചു. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാഷാ അല്ലാഹ്. പിന്നെ അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, അനിൽകുമാർ MLA, അഡ്വക്കേറ്റ് ഉമ്മർ സാറ്, പിന്നെ സമസ്ത ചേളാരിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്, മാഷാ അല്ലാഹ്. ഞാൻ LKG UKG പിന്നെ 4th വരെ ഇവിടെ ഒരു പബ്ലിക് സ്കൂളുണ്ട്, ബ്ലോസം പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് 5 മുതൽ ഇപ്പോൾ +2 വരെ ഇവിടെ കരുവാരക്കുണ്ട് സ്കൂളിൽ തന്നെയായിരുന്നു. 5 മുതൽ 10 വരെ ഗവൺമെൻറ് സ്കൂളിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, ഗവൺമെൻറ് സ്കൂളിൽ തന്നെ, അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ +1 +2 ഇവിടെ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. സോ ഇതിൻ്റെ ലാസ്റ്റ് ഇയർ ആണ്. ഞാനിവിടെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഇവിടെ തന്നെ ഉണ്ട്, വീടിൻ്റെ തൊട്ടടുത്ത്. അവിടെയാണ് പഠിച്ചത് 10 വരെ. 1 മുതൽ 10 വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ലൈബ്രറി പോയാൽ കുറേ പുസ്തകങ്ങൾ വേണം. അത് ഓളെ റൂമിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പിന്നെ ആ മദ്രസ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ കൊണ്ടുവരും, അത് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റുള്ള കുട്ടിയാണ്. അറബി ട്രാൻസ്ലേഷൻ തർജ്ജമ എക്സാമിന് കലോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതുതന്നെ സബ് ജില്ല വരെ പോയിട്ടുള്ളൂ. തർജ്ജമ അറബിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇത്തരത്തിലൊരു സ്റ്റേജിലും എൻ്റെത് ഫസ്റ്റ് ടൈമാണ്.
വീട്ടിൽ നിന്ന് ഉമ്മയും പാപ്പയും എല്ലാവരും അടിപൊളിയാണ്, നല്ല സപ്പോർട്ടാണ്. എപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാക്കണം തന്നെയാണ്. എവിടെയാണെങ്കിലും നമുക്ക് ഷോക്കേസ് ചെയ്യാം, പക്ഷേ അപ് ടു എ ലിമിറ്റ് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. നമുക്ക് സംസാരിക്കാം, നമ്മുടെ അഭിപ്രായം പറയാം, പക്ഷെ ഒരു ലിമിറ്റ് വരെ. അത് തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളതും. ഉപ്പ മദ്രസയിൽ പഠിപ്പിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ. ഉമ്മ ഹൗസ് വൈഫാണ്. അവരാൽ കഴിയുന്ന ഹെൽപ്പൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ എനിക്കെന്താ വേണ്ടത്, ഇപ്പോൾ ട്യൂഷൻ പോകണമെങ്കിൽ അതിനുള്ളതാണെങ്കിലും, ഇനി എൻ്റെ എവിടേക്കെങ്കിലും പോകണമെങ്കിലോ എന്തെങ്കിലും എന്ത് വേണ്ടതോ അതൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അവിടെ മാക്സിമം. ചെറുപ്പം മുതൽ തന്നെ പഠിക്കാൻ വളരെ ഡീസൻ്റ് ആണ്. ഒരു ക്ലാസ്സിൽ ഇതുവരെ തോറ്റിട്ടില്ല. പിന്നെ SLCക്ക് ഫുൾ A+ ആയിരുന്നു, +1 ഫുൾ A+ ആണ്. ഇതിലും കിട്ടുന്നില്ല പ്രതീക്ഷയാണ്. ഒരിക്കലും പഠനത്തിൽ പിന്നോട്ട് വന്നിട്ടില്ല. മദ്രസയിൽ 10 വരെ 10ലും തന്നെ ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. എല്ലാം വളരെ റാങ്ക് വരെ കിട്ടുമെന്ന് പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതിൻ്റെ പരീക്ഷൻ്റെ ഒരു മാസം മുമ്പ് ഒന്ന് ദുബായി പോയി. പരീക്ഷൻ്റെ തലേ ദിവസം വന്നത്, എന്നിട്ടും ഫസ്റ്റായി പാസ്സായി. ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെ ഓവറായിട്ട് ചിന്തിക്കാത്ത ഒരാളാണ്. ഐ മീൻ, ഒരുപാട് അംബിഷൻ ഉണ്ടായിരുന്നു. ഓരോ ദിവസത്തിന് എന്നോണം മാറ്റിയിരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ചോദിക്കുമ്പോൾ എനിക്ക് വേറെ അംബിഷൻ, അങ്ങനെയായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ബെറ്ററായിട്ട്, ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും ബെറ്ററായിട്ട് എടുക്കണം. എനിക്ക് സ്റ്റിൽ കൂടുതൽ ഇഷ്ടം ടീച്ചിങ് ആണ്. ഇനി ഞാൻ അവളെ താല്പര്യം എന്താ വെച്ചാൽ അതിന് വിടണമെന്നില്ലാണ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഒരു കോഴ്സിനും വിടില്ല. അത് കുട്ടിക്ക് താല്പര്യം എന്തിനാണോ അതിന് പ്രോത്സാഹനം ചെയ്യാമെന്നില്ലാണ്. പക്ഷെ നമ്മൾ അതിര് വരമ്പുകൾ വെക്കും, അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ പറയുന്ന അതേ വാക്ക് തന്നെ എനിക്ക് പറയണത്. നമ്മളെ കഴിവ് പ്രകടിപ്പിക്കണം, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യണം. അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ. ഓവറാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൊതുവേ എനിക്ക് തോന്നുന്നു നമ്മളെ സ്ഥലത്ത് ഇവിടെയൊക്കെ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു ഗേൾസിന്. പക്ഷേ എനിക്കങ്ങനെ വല്ലാതെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ഉമ്മയും പാപ്പയൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ പൊതുവേ ഒരു രണ്ടാം കിട എന്നുള്ളതിൽ കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഫെമിനിസ്റ്റ് ആ ഒരു ചിന്തയോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. എന്നാലും നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പരിധിവരെ നമ്മൾ നിൽക്കണം. ഓവറാവാതെ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയണം.